ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശാലിനിക്ക് ശാരദാമ്മ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അമ്മേ, എനിക്ക് വായിക്ക് ഒന്നും രുചിയില്ലമ്മേ, അമ്മ കുറച്ച് ചമ്മന്തിയും കൂടി ഇങ്ങോട്ട് തന്നേ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മോളെ കുറച്ച് തോരനും കൂടെ വെച്ചത്. എത്ര നാളാണ് ഇങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും തന്നെ കുടിക്കുന്നത്? ഈ അമ്മയുടെ ഒരു കാര്യം, ഇത് ഹോസ്പിറ്റലമ്മേ, നമ്മൾ ടൂറൊന്നും അല്ല വന്നിരിക്കുന്നത്. അതൊക്കെ എനിക്കറിയാം മോളെ, നീ ഇതങ്ങോട്ട് കഴിച്ചേ. അമ്മേ, വിഷ്ണുവേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ടെന്ന് പറഞ്ഞ് വല്ലതും കഴിച്ചിട്ടാണോ വരുന്നതെന്നൊന്നും അറിയില്ല. ഇനി ഒന്നും കഴിക്കാതെ പട്ടിണിയായിട്ടാണോ ഇങ്ങോട്ട് കയറി വരുന്നത്? മോള് വിഷമിക്കണ്ട, ഇനിയും രണ്ടുപേർക്ക് കഴിക്കാനുള്ള കഞ്ഞിയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വിഷ്ണുമോൻ വരട്ടെ, നമുക്ക് കഞ്ഞി കൊടുക്കാം. ഭക്ഷണമൊന്നും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. മോളൊന്ന് എളുപ്പം കഴിച്ചേ. ഇത് കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് സത്യമോളെ വിളിക്കാൻ പോവാൻ. അമ്മ പോകുന്നെങ്കിൽ പൊയ്ക്കോമ്മേ, ഇത് ഞാൻ കഴുകി വെച്ചോളാം. അയ്യോ, അത് വേണ്ട മോളെ, വിഷ്ണു വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇനി നിന്നെ ഇവിടെ എങ്ങാണ് ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞാൻ പോയതെന്ന് വിചാരിച്ച് വിഷ്ണു എന്നോട് പരിഭവം കാണിക്കും. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു അതിനകത്തോട്ട് വരികയാണ്. ദാണ്ട വിഷ്ണുമോൻ വന്നല്ലോ. വിഷ്ണുവിനെ കണ്ടതും ശാലിനി ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ അവനെ തന്നെ നോക്കുവാണ്. വിഷ്ണു ശാരദാമ്മയോട് ചോദിക്കുന്നു, അയ്യോ സത്യമോളെ വിളിക്കാൻ വൈകിയോ? ഇല്ല മോനെ, സമയമാകുന്നതേ ഉള്ളൂ. മോന് കുറച്ച് കഞ്ഞിയെടുക്കണ്ടേ? ഇപ്പം വേണ്ട ശാരദാമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കുടിച്ചോളാം. വിഷ്ണുവിനോട് എങ്ങനെ ചോദിക്കണം, പക്ഷേ ചോദിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. വളരെ വിഷമത്തോടുകൂടിയാണ് ശാരദാമ്മ വിഷ്ണുവിനോട് ചോദിക്കുന്നത്, മോനെ സത്യാമ്മയൊക്കെ പുതിയ വീട്ടിലോട്ട് താമസം മാറിയോ? ആ മാറി, അതെൻ്റെ ലോറി മുതലാളിയുടെ വീടാ. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് താക്കോലെടുത്ത് തന്നു. പിന്നെ എത്ര നാൾ വേണമെങ്കിലും താമസിച്ചോളാനും പറഞ്ഞു. പുതിയൊരു വീട് കിട്ടുന്നിടം വരെ അവിടെ താമസിക്കട്ടെ. അത് നന്നായി മോനെ. ശാലിനിയാണെങ്കിൽ വെച്ച കണ്ണെടുക്കാതെ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ശാരദാമ്മ പറയുന്നു, എന്താ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മ പോവുകയാണ്. വിഷ്ണുവിനെ തന്നെ നോക്കിയിരിക്കുന്ന ശാലിനിയോട് എന്ത് പറയണമെന്നറിയാതെ വിഷ്ണു സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ആ സങ്കടം മറയ്ക്കാൻ വിഷ്ണു ഒരുപാട് പാടുപെടുന്നുണ്ട്. പെട്ടെന്ന് ശാലിനിയുടെ കയ്യിലിരിക്കുന്ന കഞ്ഞി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവാ, ഞാൻ കോരിത്തരാം എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിക്ക് കഞ്ഞി കോരി കൊടുക്കുവാണ്. വിഷ്ണു തൻ്റെ മുന്നിൽ അഭിനയിക്കുവാണെന്ന് ശാലിനിക്ക് നല്ലതുപോലെ അറിയാം. വിഷ്ണുവിനെ തന്നെ നോക്കി ശാലിനിയുടെ കണ്ണ് നിറയുവാണ്. വിഷ്ണുവേട്ടൻ വല്ലതും കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. ശാലിനിക്കറിയാം വിഷ്ണു ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. ശാലിനി ആ കഞ്ഞി വാങ്ങിച്ച് വിഷ്ണുവിനെ ഊട്ടിക്കൊടുക്കുവാണ്. ഞാൻ കഴിച്ചതാണ് ശാലിനി. ഇല്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും കഴിക്ക് എന്നും പറഞ്ഞ് വിഷ്ണുവിനെ നിർബന്ധിച്ച് കഞ്ഞി കൊടുക്കുവാണ്. ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിനോട് ചോദിക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ? ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. ഇനി ആ സങ്കടം ഒരിക്കൽ കൂടി പറയാനോ കേൾക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലല്ല ഇപ്പോൾ. ഞാൻ ഇവിടുന്ന് ചെന്ന് കയറുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വീട്ടു സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തോട്ടിട്ടിട്ട് ചന്ദ്രബോസിൻ്റെയും കൂട്ടരുടെയും അഴിഞ്ഞാട്ടമായിരുന്നു അവിടെ. അവൻ അതൊരു ആഘോഷമാക്കി മാറ്റുമായിരുന്നു. ഇത്രയും നാളും ആ വീട്ടിൽ ഒരു രാജാവിനെയും രാജ്ഞിയെയും പോലെ കഴിഞ്ഞിരുന്ന എൻ്റെ അച്ഛനെയും അമ്മയും ഒരു അഭയാർത്ഥികളെ പോലെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ശാലിനിക്കത് കേട്ടിട്ട് സഹിക്കുന്നില്ല. ശാലിനിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുവാണ്. വിഷ്ണു നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുക, ഒരു ബിഗ് ഷോപ്പറിലെ കണ്ണൻ്റെ പ്രതിമയും വെച്ചോണ്ട് നാടും വീടും ഭരിച്ചിരുന്ന എൻ്റെ അമ്മയാ. ആ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെ അന്യായ ഒരു സ്ത്രീയെപ്പോലെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേ എൻ്റെ ചങ്ക് കത്തിപ്പോയടോ. ഈ ഭൂമിയൊക്കെ കീഴ്മേൽ മറിയുന്ന പോലെ എനിക്ക് തോന്നി. വിഷ്ണുവേട്ട കരയാതെ, എൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ തളരാതെ. ഈ ജപ്തി എന്ന് പറയുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ, അത് മറികടക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നതേ വെറുതെ ഒന്നുമല്ല. അത് ചെയ്തു പോവും. അത്രയ്ക്ക് ഭീകരവാത്. കുറേ വർഷങ്ങളായി നമ്മൾ നേടിയതും സ്വരുക്കൂട്ടി വെച്ചതും എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകും. തീർത്തും നമ്മൾ ഒറ്റപ്പെടും. ഇത് എൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നതേ അവിടേക്ക് മറ്റൊരുത്തൻ കയറി വരും. സ്വപ്നം കണ്ടവനും വേർപ്പൊഴിക്കവനും ഒക്കെ പിന്നെ പടിക്ക് പുറത്ത്. ഒരുപാട് സമയം എനിക്ക് വേണ്ടി വന്നു ആ ശൂന്യതാവസ്ഥയിൽ നിന്നും ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി. വിഷ്ണുവിൻ്റെ സങ്കടവും പൊട്ടിക്കരച്ചിലും ഒക്കെ കണ്ട് ശാലിനി പറയുക, വിഷ്ണുവേട്ട എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എങ്കിലും സംഭവിച്ചതൊന്നും നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ എന്നോർത്ത് സമാധാനിക്കാം. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും ശാപവാക്കുകൾ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി. ഇത് നമ്മുടെ വിധിയാ. ഇതിനെ തോൽപ്പിക്കാൻ നമ്മുടെ കയ്യിൽ മഹാ അത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ. സഹിക്കാം വിഷ്ണുവേട്ട, അല്ലാതെ വേറെ എന്തു പറയാന്? വിഷ്ണുവിന് സങ്കടം അടക്കാൻ പറ്റുന്നില്ല. വിഷ്ണു ഇങ്ങനെ ഓരോന്ന് ഓർത്ത് പൊട്ടിക്കരയുവാണ്. വിഷ്ണുവേട്ട,
എൻ്റെ വിഷ്ണുവേട്ടനും കരയുവാണോ? ഇതുവരെ ഞാൻ മനസ്സിനെ കല്ലുപോലെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. തൻ്റെ അടുത്ത് വന്ന് സങ്കടങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞാൻ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയതാ. ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നും മായുന്നില്ലടോ. വീടിൻ്റെ മുറ്റത്തെ ബഹളവും അവന്മാരുടെ പടകളും എല്ലാം. വിക്ഷോഭറുമായി നിന്ന എൻ്റെ അമ്മയുടെ രൂപം. എൻ്റെ ചങ്ക് കത്തിപ്പോയി. അതിപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക. അതോർത്തപ്പോൾ നിയന്ത്രണം വിട്ടുപോയി എന്നുള്ളത് ശരിയാ. എടോ, തനിക്കറിയാലോ, ആ വീട്ടുമുറ്റത്ത് നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി അതിനു മുൻപിൽ കസേര വലിച്ചിട്ട് കാലിന്മേ കാലും വെച്ച് നീതിയും നിയമവും നടപ്പാക്കിയിരുന്ന, പഞ്ചായത്ത് വിളിച്ചുകൂട്ടി വിധി പറഞ്ഞിരുന്ന സത്യാമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അത് മായാതെയും മറയാതെയും നിൽക്കുമ്പോൾ ഒരു ബിഗ് ഷോപ്പറിൽ ഭഗവാന്മാരുടെ ചിത്രങ്ങളും വെച്ചോണ്ട് ആ വീട്ടുമുറ്റത്തൊരു അന്യയെ പോലെ നിൽക്കുന്ന എൻ്റെ അമ്മയെ കണ്ടപ്പോഴേ എനിക്കുണ്ടായ വേദനയേക്കാൾ എത്രയോ 10 മടങ്ങ് വേദന ഉണ്ടായിരിക്കും എൻ്റെ അമ്മയ്ക്ക്. വിഷ്ണുവേട്ട, എൻ്റെ വിഷ്ണുവേട്ടൻ സങ്കടപ്പെടാതെ. നമ്മുടെ ശത്രുക്കൾക്ക് തൽക്കാലത്തേക്കുണ്ടായ ഒരു വിജയം മാത്രമായത്. നമ്മളിത് തിരിച്ചു പിടിക്കും. നമ്മളുടെ ഓരോ നഷ്ടത്തിനും നമ്മുടെ ശത്രുക്കളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാനിങ്ങനെ തിരിച്ചു വരുമെന്ന്. അപ്പോൾ നമുക്ക് വേണ്ടി ഉദിക്കുന്ന സൂര്യന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ല ദിനങ്ങളുണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതെല്ലാം നമ്മൾ തിരിച്ചെടുക്കും. ഇത് ഉറപ്പാ വിഷ്ണുവേട്ട. നമുക്ക് അർഹതപ്പെട്ടതെല്ലാം നമ്മുടെ കൈകളിൽ തന്നെ തിരിച്ചെത്തിയിരിക്കും. ഇനിയുള്ള ദിനങ്ങളെല്ലാം നമ്മൾ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാനും ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും വിഷ്ണുവേട്ട. വിഷ്ണുവേട്ടനും ജോലിക്ക് തിരിച്ചു കയറണം. തൽക്കാല വിജയത്തിൽ അഹങ്കരിച്ചു നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ മുന്നിലോട്ട് പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചെത്തണം. ശാശ്വതമായ ധർമ്മ വിജയത്തിനു വേണ്ടി നമ്മളത് നേടുകയും ചെയ്യും. ഇത് ഉറപ്പാണ് വിഷ്ണുവേട്ട. ശാലിനിയാണ് പറയുന്നത് എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ചാഞ്ഞു കിടക്കുവാണ്. ശാരദാമ്മ പപ്പിമോക്കും സത്യമോക്കും ചോറ് വിളമ്പി കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും ഈ ചോറ് മുഴുക്ക കഴിച്ചോണം. നിങ്ങൾക്കിഷ്ടമുള്ള കറികളൊക്കെ തന്നെയാണ് ശാരദാമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം കഴിച്ചോളാം ശാരദാമ്മേ. പപ്പിമോള് ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി കൂടുതലും താഴെ കളയുവാണ്. അത് കണ്ടിട്ട് ശ്യാമ വഴക്ക് പറയുന്നുണ്ട്. ഇത്രയും വളർന്നില്ലേ പപ്പി നീ, ഇനി ഇതൊക്കെ നീ എപ്പോൾ പഠിക്കാനാ? ദേ സത്യ കഴിക്കുന്ന കണ്ടില്ലേ, ശകലം പോലും ചോറ് താഴെ കളയാതെ. നീ എന്തിനാ ശ്യാമ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ പപ്പിമോളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ കൊച്ചുകുട്ടിയല്ലേ, ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ 1-2 വറ്റൊക്കെ താഴെ പോകും. അതങ്ങ് തൂത്തുവാരിക്കളഞ്ഞാൽ പോരെ. അമ്മ നോക്കിക്കേ, അവള് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചോറ് താഴെയാ കിടക്കുന്നത്. ഇവരങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമലൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ശാരദാമ്മേനെ കമലൻ നീട്ടി വിളിക്കുമ്പോഴേ ശാരദാമ്മ പറയുന്നു, അത് കമലനാണല്ലോ. കമല, നീ ഇങ്ങോട്ട് കയറി പോരെ. ആഹാ, കറക്റ്റ് സമയത്താണല്ലോ ഞാൻ വന്നത്. എന്നാ പിന്നെ കൈകഴി ഞാനും കൂടെ അങ്ങ് ഇരിക്കട്ടെ. നീ ഇരിക്കട കമല. ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ചോറും കറിയും എപ്പോഴും ശാരദാമ്മയുടെ അടുക്കളയിൽ കാണും. ഞാൻ കുറച്ച് മുമ്പാ ശാരദാമ്മ ഒരു ബിരിയാണി കഴിച്ചത്. ഇനി വീട്ടിൽ ചെന്ന് ഒരു കുളിയൊക്കെ കഴിയുമ്പോഴേ വിശപ്പാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ശാരദാമ്മ വെച്ച് നീട്ടുന്ന ഭക്ഷണം ഞാൻ കഴിക്കാതെ പോവില്ലല്ലോ. ശ്യാമ കമലനോട് ചോദിക്കുന്നു, അവിടെ എന്തൊക്കെയുണ്ട് കമല വിശേഷം? പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനുണ്ട്? വീടൊക്കെ ഇഷ്ടമായോ സത്യാമ്മയ്ക്കോ അച്ഛനും ഒക്കെ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും അവിടെ അവരിനി ജീവിക്കണം. കുറെ കാലം പ്രതാപത്തോടെ ജീവിച്ചതല്ലേ, ഇനി കുറച്ചു കാലം കുചേലനെ പോലെ ജീവിക്കാനാ വിധിയെങ്കിൽ ജീവിക്കട്ടെ. ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണം അല്ലേ കമല? ഒരല്ലലില്ലാതെ ജീവിച്ചവർക്കേ അതൊരല്പം പാടാ. കമലൻ പറയുക, ഈ സമയത്ത് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ലാത്തതാ. പക്ഷെ പറഞ്ഞു പോവും. സത്യാമ്മയുടെ സ്വഭാവം കാണുമ്പോൾ എൻ്റെ ആശാനയും ഏട്ടത്തിയമ്മയും ഒരുപാട് സത്യാമ്മ ദ്രോഹിച്ചിട്ടുണ്ട്. അവരൊന്നിച്ച് ജീവിക്കേണ്ട പല സന്ദർഭങ്ങളിലും മനഃപൂർവ്വം ഓരോ കാര്യങ്ങളുണ്ടാക്കി അവരെ തങ്ങളിൽ അകറ്റിയത് ഈ സത്യാമ്മയാ. ആ വീട്ടിലെ സത്യാമ്മയ്ക്കല്ലാതെ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ബാക്കിയുള്ളവരെല്ലാം സത്യാമ്മ പറയുന്നത് കേട്ട് അവിടെ അങ്ങനെ ജീവിച്ചു പോന്നവരാ. സത്യാമ്മയുടെ കയ്യിലായിരുന്നു ആ വീടും പറമ്പും ആ വരാഴികളും എല്ലാം. എന്നിട്ടിപ്പോൾ എന്തായി? ഇരുട്ട് വിളക്കുന്നതിന് മുമ്പ് എല്ലാം കൈവിട്ടു പോയില്ലേ? ഞാൻ എപ്പോഴും എൻ്റെ ആശാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആശാന് ഏട്ടത്തിയമ്മയ്ക്ക് ഒരു ദിവസം വരും. അന്ന് നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾക്കൊപ്പം സത്യാമ്മ ഉണ്ടായിരിക്കും. ഏതാണ്ടൊക്കെ ഞാൻ പറയുന്ന പോലൊക്കെ സംഭവിച്ചു വരുന്നുണ്ട് ഇല്ലേ ശാരദാമ്മേ? നീ പറയുന്ന പോലൊക്കെ വരുന്നുണ്ട് കമല. പക്ഷെ സത്യാമ്മ മാറില്ല കമല. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ പ്രതിസന്ധി വന്നാലും സത്യാമ്മ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അവരുടെ ആ ശക്തി എന്ന് പറയുന്നത് തന്നെ അവരുടെ സ്വഭാവമാണ്. അത് മാറിയാൽ പിന്നെ അവരെ ഒന്നിനും കൊള്ളില്ല കമല. ശ്യാമ ചോദിക്കുന്നത്, കമല ഇതിപ്പോൾ എവിടെയാ പുതിയ വീടെടുത്തിരിക്കുന്നത്? എനിക്ക് പോയി സത്യാമ്മയും അച്ഛനെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്.
അതുകൊണ്ട് ചോദിച്ചതാ. അതെ, എത്തിപ്പെടാൻ കുറച്ച് പാടാ. ലോറി മുതലാളി സുബേറിക്കാടെ പഴയ വീട് അന്വേഷിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടേക്ക് പോകുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. കുറേ നാളായില്ലേ ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് എന്നും പറഞ്ഞ് പപ്പിമോക്കും സത്യമോൾക്കും മിഠായിയൊക്കെ കൊടുത്തിട്ട് കമലൻ അങ്ങ് പോവുകയാണ്. ശാരദാമ്മ പറയുക, ശ്യാമയെ നീ വഴി തിരക്കിയതുകൊണ്ട് പറയുക, മോളിപ്പോഴങ്ങോട്ട് പോവണ്ട. നീ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല. അല്ലമ്മ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു. സത്യമ്മ അല്ലെങ്കിൽ പിന്നെ ഇപ്പം കേട്ടിടത്തോളം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. ഒരു രാജ്ഞിയെപ്പോലെ കഴിഞ്ഞ അവർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്തവരെ പോലെ കഴിയുക. അതിൻ്റെ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകും. അതവർ പ്രകടിപ്പിക്കുന്നത് അവരെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നവരുടെ അടുത്തായിരിക്കും. അവരുടെ നാശം കണ്ട് അവരെ മനഃപൂർവ്വം നമ്മൾ അപമാനിക്കാൻ ചെല്ലുന്നതായിട്ടേ അവർ കരുതൂ. അവരെ തെറ്റു പറയാനും പറ്റില്ല. അവരെ ആശ്രയിച്ച് ആരൊക്കെയാണോ കഴിഞ്ഞത്, ഇപ്പോൾ അവരുടെ ആശ്രയത്തിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ളവർ അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നാലോ അവർ കടുത്ത മാനസികാവസ്ഥയിലായിരിക്കും, നമ്മളെ വഴക്ക് പറഞ്ഞു ഓടിക്കും. എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ മോളെ, എന്നിട്ട് നമുക്കൊന്ന് പോകാം. രാഘവേട്ടൻ ആ പുതിയ വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ തടവുകയാണ്. വിഷ്ണു ബാഗും കയ്യുമായിട്ടൊക്കെ വരുന്ന കണ്ടിട്ട് രാഘവേട്ടൻ ചോദിക്കുക, ഈ രാത്രി നീ എവിടെ പോവാടാ? അയ്യോ അച്ഛാ, ഓട്ടമുണ്ട് അച്ഛാ, കുറച്ച് ദൂരത്തേക്കാ, 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അല്ല, കമലനുണ്ടോടാ കൂടെ? ഉണ്ടച്ചാ, കമലനുണ്ട്. മോനെ, കാടാണ്, നാടല്ല, മക്കൾ സൂക്ഷിച്ചോണം. കുറേ വണ്ടിക്കാരുണ്ടച്ചാ, അവരൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. സത്യഭാമ അങ്ങോട്ട് വന്നിട്ട് വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുവാണ്. അതായത് പഴയ അഹന്തയും അഹങ്കാരവും അഹംഭാവവും എല്ലാം കൊണ്ടൊരു രൂപത്തിൽ നിൽക്കുക. വിഷ്ണു പെട്ടെന്ന് കുറച്ച് നോട്ടുകെട്ടുകളെടുത്ത് സത്യഭാമയുടെ കൈ നീട്ടുക. അമ്മേ, ഇത് വെച്ചോ. എന്താ ഇത്? അതെന്താ അമ്മേ, ഇതെന്താണെന്ന് അമ്മയ്ക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? അതല്ല, നീ എന്തിനാ എൻ്റെ നേരെ നീട്ടുന്നതെന്ന് കണ്ടിട്ട് ചോദിച്ചതാ. എൻ്റെ അമ്മേ, 2 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ചെലവിന് വേണ്ടി അമ്മയ്ക്ക് ഞാൻ തരുന്ന കാശായത്. അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നത് കൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ തരുന്നു. ഇപ്പോൾ അച്ഛനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെങ്കിൽ ഞാൻ അച്ഛൻ്റെ കയ്യിലല്ലേ കൊടുക്കത്തുള്ളൂ. കാര്യങ്ങളൊക്കെ നടക്കാൻ നമുക്ക് കാശ് വേണ്ടേ? അമ്മ ഇതാ പിടിക്ക്. സത്യഭാമയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനേ നിൻ്റെ ഈ കാശ് എനിക്ക് ആവശ്യമില്ല. അത് കണ്ടിട്ട് രാഘവേട്ടന് ദേഷ്യം വരുക. നീ എന്തൊക്കെയാ ഭാമയെ പറയുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് അവനല്ലാതെ പിന്നെ ആരാ? നമ്മുടെ മോൻ നമ്മുടെ ചെലവിനുള്ള കാശാ തരുന്നത്. അത് തരാനുള്ള അവകാശം അവനും അത് വാങ്ങി ചെലവഴിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്. സത്യഭാമയ്ക്ക് അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. അങ്ങനെയൊന്നും അല്ലല്ലോ ഇത്രയും കാലം കഴിഞ്ഞത്. കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും നാൾ ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അത് ഭാമയെ കുടുംബമെന്നു പറയുന്ന ഒന്നും ഉണ്ടായിരുന്നപ്പോഴല്ലേ. നമ്മുടെ പറമ്പിൽ ആദായം കൊണ്ട് മാത്രം മതിയായിരുന്നു നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകാൻ. ഇന്ന് അതാണോ സ്ഥിതി? വീടുണ്ടോ? പറമ്പുണ്ടോ? വരാഴിക വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ആകെ ഉള്ളതേ ഇപ്പോഴും കൈവിടാതെ സൂക്ഷിക്കുന്ന കാലഹരണപ്പെട്ട പുറമോടി ഒന്ന് മാത്രം. ഒന്നുമില്ലാത്തതേ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വെട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മുഖംമൂടി. രാഘവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യഭാമയ്ക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പണ്ടൊക്കെയാണെങ്കിൽ സത്യഭാമ രാഘവേട്ടനെ വാ തുറക്കാൻ സമ്മതിക്കില്ലല്ലോ. അഥവാ രാഘവേട്ടൻ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ പോലും സത്യാമ്മ അത് കേൾക്കത്തതുമില്ല, അനുസരിക്കത്തതുമില്ല. രാഘവേട്ടൻ്റെ വാക്ക് കേൾക്കാതെ വല്ലവൻ്റെയും വാക്കും കേട്ടോണ്ട് ചാടിപ്പടച്ചെഴുന്നേറ്റ് പോയിട്ട് ഇത്രയും അവസ്ഥ ഉണ്ടായിട്ടും സത്യഭാമയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഭാമയെ, ഇപ്പോഴും നീ നിൻ്റെ അന്തസ്സിൻ്റെ ബലത്തിലാണ് ഈ പണം വേണ്ടാന്ന് പറയുന്നതെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. പണവേ അത് മഹാലക്ഷ്മിയാ ഭാമേ. അതിനെ പിന്നെ നീ കണി കാണാൻ കൊതിക്കും. ഇത്രയും നേരം അതൊക്കെ കേട്ടോണ്ട് വന്ന സത്യഭാമ പറയുക, രാഘവേട്ട, സത്യഭാമയെ പണം ഇന്നും ഇന്നലെയൊന്നും അല്ല കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് പണത്തോടുള്ള ആർത്തിയും എനിക്കില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പണം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് തീരുമ്പോൾ ഉണ്ടാക്കാനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത്രയും നേരം സത്യഭാമയുടെ അഹങ്കാരമെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമായിരുന്നു വിഷ്ണു ചോദിക്കുക, ഓ, അപ്പോൾ നിങ്ങൾ എന്നെ ഒഴിവാക്കുവാണല്ലേ? എടാ, നിന്റെ കാശിന് അവകാശികളുണ്ട്. അതിൽ നിന്ന് പങ്കുപറ്റാനേ ഈ സത്യഭാമയെ കിട്ടത്തില്ല. സത്യഭാമ ചിലപ്പോൾ പട്ടിണി കിടന്നേക്കും. എന്നാലും അന്തസ് നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ചെയ്യില്ലടാ. ഇത് കേട്ടതും വിഷ്ണുവിന് വന്നത് കോപം. ഇതേ അന്തസ്സല്ല, അഹംഭാവമാ. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള തൻ്റെ ഇടം, നിങ്ങൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മടിയാ. അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. എൻ്റെ കാശിന് വിലയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ ആരാ? രാവൊന്നും പകലൊന്നും ഇല്ലാതെ കൂപ്പിലൊക്കെ പോയി ഞാൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പിന്നെ ആർക്കാ? എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നു എന്തൊക്കെയാണെന്ന് എന്തിനാണെന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യഭാമ വിചാരിച്ചില്ല വിഷ്ണു ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമെന്ന്. പണ്ടത്തെ പോലെ വിഷ്ണു അടങ്ങി നിൽക്കുമെന്നാണ് സത്യഭാമ വിചാരിച്ചത്. സത്യഭാമ ഒരു കുലുക്കവും ഇല്ലാതെ അങ്ങനെ നിൽക്കുവാണ്.
അത് കണ്ടിട്ട് രാഘവേട്ടൻ പറയാ, ഫാമേ നീ കാശ് മേടിക്ക്, അതവൻ മനസ്സറിഞ്ഞ് നിനക്ക് വെച്ച് നീട്ടിയതാ. ഈ കാശ് നീ എത്ര നിഷേധിച്ചാലും ഒരിക്കൽ നീ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നിമിഷം വരും. 1 രൂപയ്ക്ക് വേണ്ടി നീ തെണ്ടി നടക്കുന്ന ഒരു ദിവസം വരുമെന്ന്. ആ നിമിഷം നിന്നെ കൊണ്ട് പറയിപ്പിക്കും. നീ കാണിക്കുന്നതിനൊക്കെ അന്നേ നീ പഠിക്കത്തുള്ളൂ. അന്ന് നീ ഇതിനൊക്കെ പ്രായച്ചിത്തവും ചെയ്യും. ഇത്രയൊക്കെ രാഘവേട്ടൻ പറഞ്ഞിട്ടും സത്യഭാമയ്ക്ക് ഒരു കുലുക്കവുമില്ല. സത്യഭാമ ഇങ്ങനെ അഹങ്കാരവും അഹന്തയും പിടിച്ചങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമ അങ്ങനെ നിൽക്കട്ടെ. ഇനി സത്യഭാമയ്ക്ക് എന്താ വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.